ഇത് കമ്പൈൻഡ് മെഷീനാണ്. കമ്പൈൻഡ് മെഷീൻ്റെ ഡീസൽ എടുക്കുന്ന ഞാൻ നോക്കാം. നമ്മൾ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നോന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ വേണോ ഡീസൽ വേണോ എന്ന് ചോദിക്കും. നോന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ വേണോ പെട്രോൾ വേണോ എന്ന് ചോദിച്ചിട്ട് ഡീസൽ സെലക്ട് ചെയ്യുന്നു. വണ്ടീൻ്റെ പുറകിൽ പൈപ്പ് വെച്ച് ചെയ്യുന്നുണ്ട്. വണ്ടീൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ അതിൻ്റെ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടീൻ്റെ ബോണ്ട് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം. സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ ആക്സേഷൻ കൊടുക്കണം. 6 പ്രാവശ്യം ആക്സേഷൻ കൊടുക്കണം. അതിൻ്റെ മാക്സിമം RPM ആണ് കാണിക്കുന്നത്. ആദ്യത്തെ 3 എണ്ണം ചെയ്തതിന് ശേഷം പിന്നീട് RPM വരുന്നതനുസരിച്ച് പൊല്യൂഷൻ എടുക്കും. വീണ്ടും 3 എണ്ണം 3 RPM എടുക്കും. അങ്ങനെ മൊത്തം 3-ൽ 3 6 പ്രാവശ്യമാണ് ആക്സസ് ചെയ്യേണ്ടത്. ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ ആദ്യത്തെ 3 എണ്ണം ചെയ്യുമ്പോൾ RPM മാത്രമേ എടുക്കുള്ളൂ. പിന്നത്തെ 3 എണ്ണം എടുക്കുമ്പോഴായിരിക്കും നമ്മൾ പൈപ്പ് വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ പരിവാഹൻ സൈറ്റിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മിഷൻ റിട്രീവ് കൊടുക്കുമ്പോൾ ഈ വാല്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും. ഇതുപോലെ സർട്ടിഫിക്കറ്റ് രണ്ടും കൂടെ കൂടിയിട്ടുള്ള കമ്പൈൻഡ് മെഷീനാണ്. ഈ കമ്പൈൻഡ് മെഷീൻ്റെ അത് നമ്മൾ പെട്രോളും ചെയ്യാം ഡീസലും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ മെഷീനിൽ ആദ്യം HUK എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. കഴിഞ്ഞു ഫസ്റ്റ് ഇത് നോ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേണമെന്ന് ചോദിക്കും. ഗ്യാസ് വേണോ സ്മോക്ക് വേണമെന്ന് ചോദിക്കും. സ്മോക്ക് ആണെങ്കിൽ താഴേക്കുള്ള ആരോ ഞെക്കിയിട്ട് സ്മോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ ഇതാകും. ഇതിന് ശേഷമായിരിക്കും നമ്മൾ വണ്ടിയിൽ കൊണ്ട് RPM ഫിറ്റ് ചെയ്യുക. ഫസ്റ്റ് സൈലൻസിൽ വെക്കില്ല, RPM മാത്രമേ എടുക്കൂ. ഈ സമയത്തെല്ലാം ചെയ്തതിന് ശേഷം മെഷീൻ ഓട്ടോമാറ്റിക് തിരിച്ചു വരണം. നമ്മൾ ബാക്കിൽ നിന്നുള്ള കീയോ യാതൊരു കീയും പ്രസ് ചെയ്യാതെ തന്നെ മെഷീൻ ഓട്ടോമാറ്റിക് തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് ഫാൻ കറങ്ങും. ഫാൻ കറങ്ങി അഴുക്കെല്ലാം പുറത്ത് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാവുള്ളൂ. അതുപോലെ പ്രസ് ചെയ്തിട്ട് ഡീസൽ പെട്രോൾ എടുക്കണമെങ്കിൽ പെട്രോൾ എടുക്കാവുള്ളൂ. പെട്രോൾ എടുക്കുന്ന സമയത്ത് അത് 0 നടക്കും. അതിന് ശേഷം ഒരു 30 സെക്കൻഡ് അതിന് ശേഷമായിരിക്കും അത് തിരിച്ചെത്തുക. ആണ് ഡീസലിൻ്റെ ഓപ്ഷൻ.